നമസ്കാരം, ഞാൻ അനിസ്റ്റ. ഞാൻ ഇന്ന് നിങ്ങളുമായി സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കൊതുകുകളും അവ പരത്തുന്ന രോഗങ്ങളും. ജന്തു സാമ്രാജ്യത്തിൽ കീടവർഗത്തിൽപ്പെട്ട ഒരിനമാണ് കൊതുകുകൾ. കൊതുക് കടി ഏൽക്കാത്തവർ ചുരുക്കമാണ്. മിക്കവരും കരുതുന്നത് പോലെ മൂളിപ്പാട്ട് പാടി വരുന്ന വെറും ശല്യക്കാർ മാത്രമല്ല ഇവർ. മാരകമായ പല രോഗങ്ങൾ പരത്തുന്നതിലും ഇവർ സമർത്ഥരാണ്. രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ രോഗിയുടെ രക്തത്തിലൂടെ രോഗാണുക്കൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളിനെ കടിക്കുമ്പോൾ ഉമിനീർ രക്തത്തിലൂടെ രോഗാണുക്കൾ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. 1 മുതൽ 3 ആഴ്ച വരെ ഈ രോഗാണുക്കളെ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും കണ്ടെത്താം. വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് ലാർവ, പ്യൂപ്പ എന്നീ ദശകളിലൂടെ വളർന്ന് കൊതുകുകളാകുന്നു. വിവിധ ഇനം കൊതുകുകൾ വ്യത്യസ്ത ഇനം സ്വഭാവക്കാരാണ്. മുട്ടയിടുന്നതിലും മനുഷ്യരെ കടിക്കുന്നതിലും മറ്റും. പെൺകൊതുകുകൾ മാത്രമേ മനുഷ്യരെ കടിക്കൂ. നമ്മുടെ നാട്ടിൽ രോഗാണുവാഹകരായ 4 ഇനം കൊതുകുകളുണ്ട്: ക്യൂലിക്സ്, ഈഡിസ്, അനോഫിലസ്, മാൻസോണി എന്നിവ. ക്യൂലിക്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇവ അഴുക്കുവെള്ളത്തിലാണ് പെരുകുന്നത്. മലിനജലം കെട്ടിനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം അവയ്ക്ക് പെരുകാനുള്ള വേദി ഒരുക്കുന്നു. രാത്രികാലങ്ങളിൽ വീട്ടിൽ കടന്നാണ് ഇവ മനുഷ്യരെ കടിക്കുന്നത്. ഈഡിസ് എന്ന ഇനം കറുത്ത ശരീരത്തിൽ വലിയ വരകളുള്ള ഒരു തരം കൊതുകുകളാണ്. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ മുട്ടയിട്ട് വളരുന്ന ഈ കൊതുകുകൾ പകൽ സമയം പറന്നു നടന്ന് വീടിന് പുറത്തു വച്ച് മനുഷ്യരെ കടിക്കുന്ന സ്വഭാവക്കാരാണ്. മഴവെള്ളം കെട്ടിനിൽക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, ഫ്ലവർ വേസുകൾ തുടങ്ങി പൂച്ചട്ടികളിൽ വരെ അവ പെരുകുന്നു. മലിനജലത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ മുട്ടയിട്ട് വളരുന്ന അനോഫിലസ് കൊതുകുകൾ രാത്രി സമയം പറന്നു നടന്ന് വീട്ടിനുള്ളിലും പുറത്തും മനുഷ്യരെ കടിക്കുന്ന സ്വഭാവക്കാരാണ്. മാൻസോണി ആണ് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളവ. കേരളത്തിൽ വളരെ സാധാരണയായി കാണപ്പെടുന്നു. പ്രത്യേകിച്ചും തൊണ്ട് ചീകാനിടുന്ന കുളങ്ങളിൽ ഇവർ സമൃദ്ധമായി പെരുകുന്നു. ചില പ്രത്യേകതരം ജലസസ്യങ്ങൾ ഈ കൊതുകിന്റെ വളർച്ചയെ സഹായിക്കുന്നു. മന്ത്, ചിക്കൻ ഗുനിയ എന്നീ രോഗങ്ങളെല്ലാം തന്നെ കൊതുകിന്റെ സഹായമില്ലാതെ രോഗമുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നേരിട്ട് പകരുന്നില്ല. അതിനാൽ കൊതുകുകളെ നിയന്ത്രണാധീനമാക്കാൻ ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ നടപടി രോഗകാരികളായ കൊതുകുകളെ നിയന്ത്രിക്കുക എന്നതാണ്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ: 1. കൊതുകുകൾ മുട്ടയിട്ട് വളരാൻ സാധ്യതയുള്ള ജലശേഖരങ്ങളെല്ലാം നശിപ്പിക്കുകയോ DDT, പാരീസ് ഗ്രീൻ പോലുള്ള രാസപദാർത്ഥങ്ങൾ തളിക്കുകയോ ചെയ്യാം. ഇത് സർക്കാർ തലത്തിൽ വ്യാപകമായി ചെയ്യാവുന്നതാണ്. 2. സെപ്റ്റിക് ടാങ്കുകളും വെള്ളം സൂക്ഷിക്കുന്ന സംഭരണികളും എല്ലാം അടച്ചുവയ്ക്കണം. 3. തുറന്നതും കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാത്തതുമായ ജലശേഖരങ്ങളിൽ കൊതുകിന്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകളെ നശിപ്പിക്കാൻ മണ്ണെണ്ണയോ മറ്റ് രാസലായനികളോ തളിക്കാം. മണ്ണെണ്ണ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്ന് കൊതുകിന്റെ ലാർവയ്ക്കും പുഴുപ്പയ്ക്കും അന്തരീക്ഷ വായുവുമായുള്ള സമ്പർക്കം തടഞ്ഞ് അവയെ നശിപ്പിക്കുന്നു. ആഴ്ചയിലൊരിക്കൽ ഇതാവർത്തിക്കേണ്ടി വരും. 4. കൊതുക് ലാർവകളെ ഭക്ഷിക്കുന്ന ഗാംബൂസിയ പോലുള്ള മത്സ്യങ്ങളെ കുളങ്ങളിൽ വളർത്തി കൊതുക് പെരുകാനുള്ള സാഹചര്യം തടയാം. കുളങ്ങളിലെ ജലസസ്യങ്ങളെ ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് മാൻസോണി കൊതുകിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. 5. കൊതുക് വലകൾ ഉപയോഗിച്ച് വാതിലും ജനലും മൂടുക. ജനലുകളും വാതിലുകളും സന്ധ്യയ്ക്ക് മുമ്പ് അടച്ചിട്ട് അവ നേരിയ കമ്പി വല ഉപയോഗിച്ച് മൂടണം. 6. വീടിന് പുറത്ത് കിടന്നുറങ്ങരുത്. 7. കാലിത്തൊഴുത്തും ചാണകക്കുഴികളും വീട്ടിൽ നിന്ന് തെല്ലകലെ സ്ഥാപിക്കുക. 8. കൈകളും കാലുകളും നന്നായി മൂടുന്ന വസ്ത്രരീതി, കൊതുക് തിരികൾ
തൊലിപ്പുറമെ പുരട്ടുന്ന ക്രീമുകൾ എന്നിവയെല്ലാം കൊതുക് കടിയിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് സംരക്ഷണം നൽകും. ഇങ്ങനെ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.